Hi everyone, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ ക്രാബി അവനാങ്കിൽ തന്നെയാണ്. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഉടനെ പോകുന്നതിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പേര് എമറാൾഡ് പൂൾ ആൻഡ് ക്രാബി ഹോട്ട് സ്പ്രിങ്സ്. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ പോയിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവർ ഇതിനു മുന്നേ എവിടെയൊന്നും പോയിട്ടില്ല, ആ പെർട്ടിക്കുലർ സ്ഥലങ്ങളിൽ പോയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടെ ക്രാബിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയ സ്ഥലങ്ങളും കൂടിയാണിത്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും പോകുന്നത്. അതിലേക്കുള്ള യാത്രയാണ് ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യം പോയത് നമ്മൾ ബൈക്ക് റെൻറ്റ് ചെയ്തിട്ടാണ്, പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് നമ്മൾ കാർ റെൻറ്റ് ചെയ്തിട്ടാണ്. അപ്പം എങ്ങനെ പോകാം, നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് അവിടെ എത്താം ഒരു ടൂർ കമ്പനീൻ്റെ ഒരുടെ ഹെൽപ്പ് ഇല്ലാതെ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ബൈക്ക് എടുക്കാൻ വന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പം കാർ എടുക്കാൻ വന്നിരിക്കുന്നത്. മിസ്റ്റർ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. കാറിന് 1000 ബാട്ട് വെച്ചാണ് ഇവിടെ ക്രാബിയിൽ. ഇവിടെ വെച്ച് നമ്മൾ വന്നു, കാർ എടുത്തു. ബൈക്ക് ഇവിടെ തന്നെ എടുത്തത്. കാറിന് 1000 ബാട്ട് നേരത്തെ പറഞ്ഞല്ലോ, ബൈക്കിന് 200 ബാട്ട് വെച്ചാണ്. പക്ഷേ 3000 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ട് ഇവിടെ വെക്കണം. നിങ്ങളുടെ എന്തുവാ വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇവരുടെ ബൈക്ക് കട ഇതിങ്ങനെയാണ്, കുറേ ഉണ്ട്. ഞങ്ങളങ്ങനെ കാറിലിരുന്നു. ഇപ്പം നമ്മുടെ ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം പോകാൻ പോകുന്നത് എമറാൾഡ് പൂളും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഹോട്ട് സ്പ്രിങ്ങും കൂടെ. എന്നാൽ പിന്നെ യാത്ര തുടങ്ങാം. വണ്ടി ഓടിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് തന്നെ. ഇവിടെ അടിപൊളി റോഡൊക്കെ സെയിം, പിന്നെ നമ്മുടെ ഈ സെയിം ഇന്ത്യൻ ഡ്രൈവിംഗ് പാറ്റേൺ തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആക്ച്വലി ആൾക്കാർ ട്രാഫിക്കിനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും അതിനെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് നമ്മളും അതേപോലെ തന്നെ ഓടിക്കണം. പിന്നെ കെയർഫുൾ ആയിട്ടിരിക്കുക, ഭയങ്കര സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ത്യയിൽ മാതിരി ഓടിക്കുന്ന മാതിരി ഒന്നും ഓടിക്കരുത്. വെളി രാജ്യമാണ്, ഇൻഷുറൻസും എല്ലാത്തിനും പ്രശ്നം വരും. അപ്പം കെയർഫുള്ളായിട്ട് ഡിഫെൻസീവ് ഡ്രൈവിംഗ് വേണം ചെയ്യാൻ. ഞങ്ങളങ്ങനെ എമറൽഡ് പൂളിൽ എത്തി കേട്ടോ. എമറൽഡ് പൂളിൽ ഇപ്പം ഫീ കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ഫീ കൊടുത്തിട്ട് എൻട്രൻസിന് കയറാൻ വേണ്ടിയിട്ടാണ്. നോക്കാം ഇപ്പം എൻട്രൻസ് ഫീ മാറിയിട്ടുണ്ടോന്ന്. ഹലോ, 400 baht. നമ്മളിപ്പം വന്നിരിക്കുന്നത് എമറൽഡ് പൂളിലാണ്. എമറൽഡ് പൂളിൽ ഇപ്പം 400 ബാട്ടാണ് എൻട്രി ഫീ ഒരാൾക്ക്. ഇപ്പം നമ്മൾ നടന്നൊരു 800 മീറ്ററിലാണ് ഇപ്പം ഈ എമറൽഡ് പൂൾ ഉള്ളത്. ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു, അവിടെ ചെന്നിട്ടേ അറിയത്തുള്ളൂ. നല്ല പച്ചപ്പും ഹരിതാപവും നേച്ചറിൻ്റെ നടുക്ക് വന്ന് നിന്ന മാതിരിയുണ്ട്. ഭയങ്കര കൂളാണ്. ആൾക്കാർ കണ്ടെടുത്തോളം കുറവാണ്.
ഞങ്ങളിപ്പം ഇവിടെ എത്തി കേട്ടോ. എമറൽഡ് പൂളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലേക്കോട്ട് ഇറക്കാം. ഇവിടെ വരുമ്പം നിങ്ങൾക്ക് വാഷ്റൂമും കാര്യങ്ങളും ഉണ്ട്. വാഷ്റൂം ഫ്രീ ആണ്. ഇതാണ് കേട്ടോ, പെണ്ണുങ്ങളുടെ ഉണ്ട്, ആണുങ്ങളുടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസ്, ഈ എമറൽഡ് പൂളിലേക്കോട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം ആ വഴിയാണ്. അവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പം തുണി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം. സപ്പോസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നല്ലോണം ഒരു ഓൾമോസ്റ്റ് ഒരു 1 hour 45 minutes നിങ്ങൾക്ക് ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യുക. ചേഞ്ചിങ്ങിനൊന്നും വേറെ പൈസ ഇല്ല. പക്ഷേ മോസ്റ്റ്ലി ലോക്കറിന് ഇച്ചിരി പൈസയുണ്ട്, 10-20 baht സംതിങ്. അങ്ങനെ എൻട്രൻസിനകത്തോട്ട് കയറി എമറൽഡ് പൂളിൻ്റെ കുറേ മാറ്റമുണ്ട്. ഇവിടെ ഒരു കോഫി കടയൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇവിടെയാണ് ലോക്കർ റൂം കേട്ടോ. നമുക്കിവിടെ ചെന്നിട്ട് ഒന്ന് ലോക്കർ എടുക്കാം. ഞങ്ങളങ്ങനെ ലോക്കറിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചു. ഇപ്പം 20 baht ആയിരുന്നു ഒരു ലോക്കറിന്. പിന്നെ തുണിയെല്ലാം മാറ്റി ഇപ്പം കണ്ടില്ലേ, ഇപ്പം എമറൽഡ് പൂളിലേക്കോട്ട് ജമ്പ് ചെയ്യാനുള്ള ആവശ്യത്തിൽ വന്നിരിക്കുക. ആൾക്കാർ മീഡിയം ആൾക്കാരേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരൊന്നുമില്ല. നമുക്കെന്താ വെള്ളത്തിലോട്ട് കയറാം. ഞങ്ങളെല്ലാവരും അങ്ങനെ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടെമ്പറേച്ചറും ഒരു വെതറുമാണ്. കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഹായ് പറയൂ. ഹായ്. ഹായ്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുമോ കഴിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇറങ്ങി. മഴക്കോളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്കോട്ട് പോവുക നമ്മൾ. അതായത് ക്രാബി ഹോട്ട് സ്പ്രിങ്സിലേക്കോട്ട് പോകണം. ക്രാബി ഹോട്ട് സ്പ്രിങ്സിൽ ചൂട് വെള്ളമാണ്. അവിടെ ഓൾമോസ്റ്റ് 43 degree Celsius ഉള്ള ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഭയങ്കര തെറാപ്യൂട്ടിക്കാണ്. ഭയങ്കര ബോഡിക്കൊക്കെ നല്ലതാണ്, മിനറൽസും ഇതൊക്കെ. അത് അടുത്ത വീഡിയോയിലായിരിക്കും. ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ, പ്രൊസീജിയേഴ്സ് വേറെ എന്തെങ്കിലും കാണാനുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ മോസ്റ്റ്ലി ഒന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങാം, പക്ഷേ ഇവിടെ നല്ല സ്ലിപ്പറിയാണ്. റോപ്പ് എടുത്തിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഉണ്ട് ഈ കല്ലൊക്കെ എന്ന് വെച്ചാൽ നല്ല സ്ലിപ്പറി കല്ലാണ് കേട്ടോ. അപ്പം ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. ഇത് കണ്ടില്ലേ, വെള്ളം വരുന്ന വെള്ളത്തിൻ്റെ സോഴ്സ് നിങ്ങൾ കണ്ടില്ലേ, നടിയിൽ കൂടെ വെള്ളം വരുന്നത്. എല്ലായിടത്തും വന്ന് ഈ പൂളിലോട്ട് വെള്ളം നമുക്ക് ആടണം. ഇവിടെ ഇതുപോലത്തെ കുറേ പൂളുകളുണ്ട്. പക്ഷേ ഇവിടെ മാത്രമേ നിങ്ങൾക്കിങ്ങനെ സ്വിം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവർ സമ്മതിക്കത്തുള്ളൂ. ഇതിനെക്കാട്ട് നല്ല നല്ല ഭംഗികൾ പൂളുണ്ട്, പക്ഷേ അവിടെ ഒന്നും സ്വിമ്മിങ് അലൗഡല്ല. ഞങ്ങളപ്പോൾ അങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. സീനിക് റൂട്ട് എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം സീനിക് റൂട്ടാണല്ലോ എടുത്തത്. ഇത് ഇച്ചിരി കൂടെ എടുത്താണ്. സീനിക് റൂട്ടിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഴയ ഞങ്ങളുടെ എമറൽഡ് പൂളിൻ്റെ വീഡിയോ ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. ഐ ബട്ടൺ ഞെക്കുക. അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സീനിക് റൂട്ടിൻ്റെ 2 റൂട്ടുണ്ട് ബേസിക്കലി. ഒന്ന് നോർമൽ ടാറിട്ട് അല്ലെങ്കിൽ ഈ ജെല്ലിയിട്ട റൂട്ടുണ്ട്. പിന്നെ മറ്റേന്ന് വെച്ചാൽ സീനിക് റൂട്ടുണ്ട്. സീനിക് റൂട്ട് ഇച്ചിരി കൂടെ ലോങ്ങറാണ്. ഏകദേശം 1.4 kilometers ആണ്. ഇത് 800 meters മാത്രമേ ഉള്ളൂ. അപ്പം അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ആ വീഡിയോ ചെക്കൗട്ട് ചെയ്തിട്ട് വരിക. ഞാനൊരു മിനിറ്റ് ഹോൾഡ് ചെയ്യാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളിപ്പം ഈ നോർമൽ റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോടുകൂടി നമ്മുടെ പാർക്കിംഗ് ലോട്ടിലെത്തും. അവിടെ എത്തുന്നതിന് മുന്നേ എച്ചെങ്കിലും ഇച്ചിരി ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. വിശക്കുന്നുണ്ടോ അവള്? ചെറുതായിട്ട് അവിടെ പൂളിൽ ഇപ്പം മിനറൽ പൂളിൽ ഇറങ്ങിയതിന് ശേഷം
ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്. അപ്പം വിശപ്പിന് പിന്നെ ഇവിടെ ഇളനീര് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെളിയിൽ തന്നെ ഉണ്ട് 40 ബാട്ടിനെങ്ങാണ്ട് ഇളനീര് കിട്ടും. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ ഇതിൻ്റെ എൻട്രൻസിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ്സ് ഇല്ല, ഒരു 5 മിനിറ്റ്സ് വാക്ക് അല്ലേ, ഒരു 5-6 മിനിറ്റ്സിൻ്റെ വാക്കേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ആകെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിലവെന്ന് വെച്ചാൽ എൻട്രൻസ് ആണ്. എൻട്രൻസ് ഫീ ആണ് 400 ബാട്ട്. ആ 400 ബാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ക്രാബി വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരിക, ചെക്കൗട്ട് ചെയ്യാം. നല്ലൊരു സ്ഥലമാണ്. ഞങ്ങളപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ അതാ ഞങ്ങൾ ആദ്യത്തെ വട്ടം പോയതിൻ്റെ വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, പോയി ഫോളോ ചെയ്യുക. അതിനകത്ത് ഇതിനെക്കാട്ടി ഡീറ്റെയിൽ ഉണ്ട്. ഇത് ഞങ്ങൾ വേറൊരു രീതിയിൽ, അതായത് കാർ വഴി എങ്ങനെയാണ് വരുന്നത്, ബൈക്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. അതിനകത്ത് ഞങ്ങൾ ബൈക്കിൽ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എത്താമെന്ന് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.